വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു ഡേ വ്ളോഗാണ് കേട്ടോ. നമ്മുടെ നോമ്പിൻ്റെ മുന്നോടിയുള്ള നമ്മുടെ നനച്ചുകുളിയും കുറച്ച് പരിപാടികളാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇട്ടാണ് കേട്ടോ ഈ ഒരു പരിപാടിക്കൊക്കെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അരി ഉണക്കാനുള്ള ഷീറ്റും അതിനുള്ള ഒരു വൈറ്റ് ക്ലോത്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് അത് അരി കഴുകാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളെ വീട്ടിലെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, ചിലപ്പോൾ നനച്ചുളിയൊക്കെ. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോയി. അപ്പോൾ ഓരോന്നായിട്ട് ഞങ്ങൾ രണ്ടുപേരും ഓരോ ദിവസമായിട്ട് എടുക്കാനുള്ള പ്ലാനിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അരിയിലുള്ള ചേറോ അല്ലെങ്കിൽ ചെറിയ ഇതൊക്കെ ഉണ്ട്, ചെളിയും കാര്യങ്ങളും, അതൊക്കെ ക്ലീൻ ചെയ്തിട്ട് ചേറി നല്ല ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അരി കഴുകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ നമ്മളെല്ലാം വിരിച്ച് സെറ്റ് ചെയ്തതാണ് കേട്ടോ. മുറ്റത്തെ മുല്ലക്ക് മണം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു ചാമ്പയ്ക്ക ഉണ്ട് കേട്ടോ. എന്നാൽ നമുക്ക് അത്ര ഒരു കോളില്ല. മീൻസ് നമ്മളെ വീട്ടിലായ ഫ്രൂട്ട്സ് അങ്ങനെയാണല്ലോ, നമുക്ക് അത്ര തന്നെ ഒരു ഇഷ്ടം ഉണ്ടാവില്ല, എന്നാൽ ഇഷ്ടം ഉണ്ടാവും, അങ്ങനെ ഒരു സംഭവമല്ലേ. എന്തായാലും അവിടെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങോട്ട് പറിച്ച് കഴിച്ചിട്ടോ. നല്ല മധുരമൊക്കെ ഉണ്ട്. നമ്മളെ കറുവപ്പട്ടൻ്റെ ഒരു ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു ചാമ്പയ്ക്കൊക്കെ. പക്ഷെ രാവിലെ ആകുമ്പോൾ മുറ്റടിച്ചാൽ അത്യാവശ്യം ഈ ഒരു സംഭവം ഉണ്ടാവാറുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളിത് അരി നല്ല രീതിയിൽ കഴുകിയെടുക്കുകയാണ്. നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്ന വ്യൂസ് ആണെങ്കിൽ എന്തായാലും നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഫോളോ ചെയ്ത് കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങളെ കമൻറ്റും അതുപോലെ ലൈക്കൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേ ഒരു കാലത്തെ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇപ്പോൾ കണ്ടിന്യൂസ് ഒരു വീഡിയോസ് ഇടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഞങ്ങൾ രണ്ടുപേരും ഇതാ കഴുകി നല്ല ക്ലീൻ ആക്കിയിട്ടാണ് അത് വാർത്തിട്ട് നമ്മൾ ഇത് ചിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ഒരുപാട് പണികളുണ്ട്. ഒരു ദിവസം എല്ലാം കൂടി നമുക്ക് പറ്റില്ല. അങ്ങനെ കുറച്ചാണ് നമ്മൾ എടുക്കണത്. ഇന്നലല്ല മിനിയാന്ന് നമ്മളൊരു നനച്ചുള്ളിൻ്റെ ഒരു പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണിത്. നമുക്ക് രണ്ടുപേരോട് ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമ്മളെ പരിപാടി കഴിയും. പക്ഷേ ഒരു ദിവസം തന്നെ നമ്മൾ എല്ലാം കൂടി എടുക്കാതെ പതിയെ കുറച്ച് ഏരിയകൾ നമ്മളിങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ എടുക്കുന്നത്. പയ്യെ തിന്ന പനയും തിന്ന അങ്ങനെ ഒരു പണ്ടത്തെ ഒരു ചൊല്ലില്ലേ, അതുപോലെയാണ് കേട്ടോ. നമ്മൾ ഇന്ന് തന്നെ എല്ലാം കൂടി എടുക്കണേ വെച്ച് നമ്മുടെ അങ്ങോട്ടതായാൽ നമ്മളെ ശരീരം വീക്കാവും. നമുക്ക് പിന്നെ നാളെ എടുക്കാൻ ഭയങ്കര ഒരു ചടപ്പേക്കാരം, ഒറ്റ മൂടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ അങ്ങനെ എടുത്തു പോവുകയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മുടെ അരിയൊക്കെ ഒന്ന് ചിക്കുകയാണ്. നല്ല വെയിലില്ലേ, അപ്പോൾ ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു അവിൽ മിൽക്ക് ഉണ്ടാക്കുകയാണ് കേട്ടോ. എനിക്ക് ഇങ്ങനെ ഉണ്ടാക്കുന്നത് ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഇവിടെ നല്ല പൂവൻ പഴം ഉണ്ടായിരുന്നു. അത് ഞാൻ ഇങ്ങനത്തെ ഒരു ഉടക്കുന്നൊരു സംഭവം ഉണ്ട്, എന്താ അതിൻ്റെ കറക്റ്റ് പേരറിയില്ല. അത് വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് എനിക്കിഷ്ടം കേട്ടോ ഈ ഒരു കടലല്ലേ, നമ്മുടെ വൈറ്റ് കടല, അതിട്ടിട്ടുള്ള ഈ ഒരു ഇത് ഭയങ്കര രസമാണല്ലോ. അപ്പോൾ എൻ്റെ അടുത്ത് കുറച്ചുണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അതിങ്ങനെ കടിച്ച് ആ ഒരു അവിൽ മിൽക്ക് കുടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനിതിലേക്ക് സാധാ അവിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പൊരിയവിൽ ഇട്ട് കൊടുക്കാം, പക്ഷേ എൻ്റെ അടുത്ത് സാധാ അവിലുള്ളതുകൊണ്ട് അത് ഇട്ട് കൊടുത്ത്. പിന്നെ ഞാൻ പാൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് നല്ല തണുത്ത കട്ട പാലാണ്. അത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കുന്നില്ല, ഈ ഒരു പാലിൽ തന്നെയാണ് ഇത് കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇവിടെ ഒരു സർബത്ത് ഉണ്ടായിരുന്നു കേട്ടോ. എന്താ നറുതേണ്ടി സർബത്തിൻ്റെ ഒരു ബോട്ടിലുണ്ട്, അതിൽ നിന്ന് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ആഡ് ചെയ്യുമ്പോൾ ഭയങ്കര വേറൊരു ഫ്ലേവറിലേക്ക് പോട്ടോ. അതുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇടുന്ന മാതിരി തന്നെയാണ്. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് നല്ലൊരു ആ ഒരു ക്ഷീണം മാറ്റാൻ വേണ്ടി കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇത് ഗ്ലൂട്ടാൻ തായോണ്ട ഒരു വേറെ വേർഷനായിട്ട് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയൊരു റെസിപ്പിയാണ്. പിന്നെ അതും കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ഷീണം മാറണ്ടേ, നമ്മൾ വെയിലത്തിങ്ങനെ പണിയെടുക്കില്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഇടാം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുകളിലത്തെ റൂംസ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. റൂമെന്ന് പറയുന്നില്ല, എൻ്റെ സെക്കൻഡ് റൂമാണ്, ഹോളാണ് കേട്ടോ. എൻ്റെ റൂം ഇതിൻ്റെ ഉള്ളിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. അതിൻ്റെ എഡിറ്റിങ്ങും ഞാൻ റെസ്റ്റ് എടുക്കലൊക്കെ അധികം ഇവിടെയാണ് കേട്ടോ. എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ്. റൂമല്ല, ഇതൊരു ഹോളാണ്. ഇവിടെ ജസ്റ്റ് കട്ടിലും അതുപോലെ എൻ്റെ ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തതാണ്. നമ്മളെ വീട് ഓടിൻ്റെ ചെറിയൊരു വീടായതുകൊണ്ട് ചെറിയ റൂംസാണ് കേട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു റൂമിൻ്റെ പരിമിതിയിലാണ് എൻ്റെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാനിവിടെ ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട്, പിന്നെ ഇവിടെ കുറേ മാറാലും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, പിന്നെ കുറച്ചൊക്കെ നമുക്കൊന്ന് ഒതുക്കിയൊന്ന് ലെവലാക്കി എടുക്കാണ്ട്. ഇപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ഭയങ്കര വർക്കിൻ്റെ ഓട്ടത്തിലായപ്പോൾ കുറേ ഞാൻ അലങ്കോലാക്കി വെച്ചതൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ എനിക്കിഷ്ടമാണ് കേട്ടോ ഈ ഒരു ഹോള് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ഹോളും തൊട്ടടുത്തൊരു റൂംസാണുള്ളത്. പക്ഷേ അധികം ആൾക്കാർ വിചാരിക്കുക അത് ടോയ്ലറ്റ് ആണെന്ന്, പക്ഷേ ഇവിടെ ടോയ്ലറ്റ് ഇല്ല, മുകളിൽ ഇങ്ങനെ ഒരു ഇതാണ്. അപ്പോൾ എൻ്റെ കുറേ മേക്കപ്പ് പ്രൊഡക്റ്റും അതുപോലെ ഡ്രസ്സ് ഐറ്റംസും എൻ്റെ എല്ലാ കച്ചറ സംഭവങ്ങൾ ഈ ഒരു ഇവിടെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഉപ്പേരിക്ക് വേണ്ടിയിട്ട് ഞാൻ നല്ല ബീട്രൂട്ടൊക്കെ നല്ല സ്ലൈസായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതാണ് കേട്ടോ ഒന്ന് ഉപ്പേരിക്കുള്ളത്. എനിക്ക് ഉപ്പേരി ഭയങ്കര ഇഷ്ടമാണ്. ചോറെല്ലാം ഞാൻ കഴിക്കൽ ഉപ്പേരിയും അങ്ങനത്തെ ഐറ്റംസാണ് കേട്ടോ കൂടുതൽ കഴിക്കൽ. പിന്നെ എൻ്റെ ഓർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ.
കാര്യങ്ങൾ കുറേ ഉണ്ട്. കാരണം എനിക്ക് പ്രൊമോഷനിൽ കിട്ടിയിട്ടുള്ള കുറേ ഹെയർ ഓയിലായിട്ടും മറ്റും മറിച്ചൊക്കെ ആയിട്ട് കുറേ സംഭവമുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരു ഭാഗത്ത് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക. അതൊക്കെ ഒരു പണിയാണ് ഗൈസ്. സംഭവം കിട്ടിയാലും പോരാ, അതൊന്ന് അടുക്കി ഒതുക്കി വെക്കുക. കാരണം അതും ഇനിയിപ്പോൾ നാളെ മല്ലി മുളകൊക്കെ ഉണക്കാനുണ്ട് കേട്ടോ. നമ്മൾ ഫസ്റ്റ് ഡേ നമ്മൾ അരിയാണ് ഉണക്കിയിട്ടുള്ളത്. അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് എല്ലാ പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ് കേട്ടോ. അതിന് ശേഷമാണ് ഞാൻ റൂമിലേക്ക് സെറ്റ് ചെയ്ത് റൂമൊന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള ബെഡ്ഷീറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് ഇനി ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ സംഭവങ്ങളൊക്കെ എൻ്റെ കുറച്ച് സംഭവങ്ങൾ കിട്ടിയതൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് ലെവൽ ചെയ്യണം. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഈ ഒരു ഹാള് ഞാൻ ഫൈനൽ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയൊരു സംഭവമൊന്നുമല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഇതുപോലത്തെ വീട്ടിൽ എത്ര ഒതുക്കി വെച്ചാലും നമുക്ക് ആ ഒരു പുതിയ വീടിൻ്റെ ആ ഒരു നീറ്റ്നെസ് കിട്ടുമല്ലോ. നമ്മളെങ്ങനെ ഒതുക്കി വെച്ചാലും ചെറിയ റൂംസും കാര്യങ്ങളും അല്ലേ. അപ്പോൾ അതിൻ്റെതായ പരിമിതിയിലുള്ള എൻ്റെ ഫുൾ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വൈബുള്ള റൂമായിട്ട് മാറ്റിയിട്ടുണ്ട്. എനിക്ക് ഈ റൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമുക്കുണ്ടാവുമല്ലോ നമ്മളെ റൂമോ അല്ലെങ്കിൽ നമ്മളതൊക്കെ സ്പെഷ്യലായിട്ടുള്ളൊരു ഏരിയ എന്നറിയില്ലേ, അതുപോലെയാണ് കേട്ടോ എനിക്ക് ഈ ഒരു ഹാള് വരുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ